ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനാണ് ഒരുങ്ങുന്നത്. നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. കുരുമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ഇത്തിരി ഗരം മസാലക്കൂട്ടെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. പൊടിയല്ല, അത് ഇതിലോട്ടിടുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം ബെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിനി ഇത് കുക്കറിലോട്ടിട്ട് ഒരു 5 വിസിലെങ്കിലും കേട്ടിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. എല്ലാം വാരി ഇട്ടിട്ടുണ്ട്. നമ്മളിനി ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇടുകയാണ്. കരിവേപ്പിലയൊക്കെ എത്ര വേണമെങ്കിലും ഇടാം, നല്ലൊരു സ്മെല്ലും ഉണ്ട്. ഇതിൻ്റെയൊക്കെ കൊഴുപ്പ് ക്രമീകരിക്കാൻ നല്ലതാണ്. ഇനി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഞാനിവിടെ ചെറിയ ഉള്ളി 1 കിലോ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി എത്ര ചേർത്താലും അതാണ് ടേസ്റ്റ്. പിന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ക്ലീനാക്കി എടുക്കാം. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇവിടെ ഞാൻ തേങ്ങ ഇച്ചിരി ഉപ്പും മഞ്ഞളും ചേർത്ത് പുരട്ടി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കരിവേപ്പില ഇടാം. ഇതിലോട്ട് നമുക്ക് തേങ്ങ ആദ്യമേ മൂപ്പിച്ചിഞ്ഞെടുക്കാം. ബീഫിന് നല്ലപോലെ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഏകദേശം മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇഞ്ചിയെല്ലാം മൂത്ത് ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റും. ഇവിടെ ഉള്ളിയൊക്കെ ഏകദേശം വഴണ്ടിട്ടുണ്ട്. നമ്മളെപ്പോഴും ബീഫിനൊക്കെ ചെറിയ ഉള്ളി എടുക്കുമ്പോൾ ചതച്ചിടുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കഷ്ണത്തിന് വേണ്ടുന്ന ഉപ്പ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വരളാൻ എളുപ്പമുണ്ട്. അത് ഉള്ളി ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ആ എണ്ണ ഊറി വരുന്നിടം വരെ നന്നായിട്ട് അടച്ച് വേവിക്കാം. ബീഫൊക്കെ എത്ര വേവുന്നതോ അത്രയും സോഫ്റ്റായിട്ടിരിക്കും. ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ചേരുവകളൂടെ റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ ചേരുവയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. തേങ്ങ എല്ലാം നന്നായിട്ട് ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് മിക്സിയുടെ ജാറിലോട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മളെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ പൊടിച്ചെടുത്തേരും. ഇത് നമുക്ക് ബീഫിലോട്ടിടാം. എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. കറിയുടെ മണം വരുമ്പോൾ അറിയാം അതിൻ്റെ രുചി. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ട് തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പിട്ട് കൊടുക്കാം. വെള്ളം നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല. ബീഫ് വെന്ത വെള്ളമേ ഉള്ളൂ. ബീഫിലെ വെള്ളം ഊറി വന്നിട്ട് ഉള്ള വെള്ളമേ ഉള്ളൂ. ബാക്കി എണ്ണയാണ് നമ്മൾ ചേർത്തേക്കുന്നത്. വെള്ളം ചേർത്തിട്ടേ ഇല്ല.
കുക്കറിൽ വേവിച്ചത് കൊണ്ട് ബീഫ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇതൊന്ന് ഇളക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ബീഫ് റോസ്റ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. ഒരുപാട് വെറൈറ്റീസ് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരുന്നതായിരിക്കും. നമ്മളിപ്പോൾ ഇതൊരു കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ 100-150 രൂപയാണ്. ഇതിപ്പോൾ 1 കിലോ ബീഫാണ്, ഒരു ഉരുളി നിറച്ചുണ്ട്. ഇത് പാഴ്സൽ പോലെ എടുക്കുവാണെങ്കിൽ എന്താ ഉള്ളത്. അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. ഉണ്ടല്ലേ. നമുക്കൊരു ഇച്ചിരി പച്ചക്കറിവേപ്പില ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വാവ്, സൂപ്പറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു റോസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. അപ്പോൾ നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.